അഴകിയ രാവണിൽ പാടുന്ന സമയത്ത് 1996 10 വയസ്സ്. അപ്പോൾ അന്ന് ഈ വാക്യമില്ലല്ലോ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് കിട്ടിയ സോങ് തന്നെ ഒരു വലിയ ഭാഗ്യമാണല്ലോ. വെണ്ണില ചന്ദനക്കിണ്ണം ആ ഒരു വലിയ ടീമല്ലേ, ബാൻഡ് വലിയൊരു ഇതല്ലേ. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അന്ന് സിംഗേഴ്സും ഇല്ല. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, തീരെയും അങ്ങനെ അങ്ങോട്ട് പോയിട്ടൊന്നും ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ അടുത്ത വർക്കിന് അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പോഴും പറ്റില്ല. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എല്ലാവരും അത് പണ്ടായാലും ഈവൻ ഇപ്പോൾ ആണെങ്കിലും അത് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നമ്മൾ ചോദിച്ച് വാങ്ങണം എന്നുള്ള ആ ഒരു കാര്യം. ഒരുപാട് പേര് അങ്ങനെ ചാൻസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിക്കാത്ത ഒരാളിനെ വിളിച്ച് സോങ് തരേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഇപ്പോൾ ഓപ്ഷൻസ് ഒരുപാടല്ലേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ മടി, പിന്നെ ലേസിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആ കാര്യത്തിൽ ഒരു അഭിപ്രായമാണ്. അതെ അത് സത്യമാണ്. കാര്യം പിന്നെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിലെ എനിക്കെപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന കൈരളിയുടെ ഇനാഗുറേഷനാണ്. അന്ന് ഒരു പാട്ട് മറ്റേ കൊഞ്ചും മൈനാക്കളെ പാടിയത്, അതിപ്പോഴും എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് ഇവിടെ ഇരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നൊക്കെ പാടുമ്പോൾ നമ്മൾ ഈ മെഗാ ഷോസ് ചെയ്യുമല്ലോ, അന്നും ഷോസ് ഇങ്ങനെ പാടും. പക്ഷെ അന്നേരമൊക്കെ മനസ്സിൽ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അന്നേ ഉണ്ട് ആ ഒരു എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ അല്ലല്ലോ എന്തോ ഒരു സംഭവം ഉള്ളിൽ കിടപ്പുണ്ട്. മേ ബി എനിക്കറിയില്ല, അത് ഇൻഡ്യൂഷൻസൊക്കെ വരുന്നവർക്ക് മനസ്സിലാവും. അത് ഒരു എന്തോ ഒരു ഇങ്ങനെയല്ല ഇതല്ല ഈ റൂട്ടല്ല എന്നൊരു സംഭവം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് PG മ്യൂസിക്കിന് കർണാട്ടിക് മ്യൂസിക് PG വിമൻസിൽ ചെയ്യുന്നതും. 10 പോയിന്റ് അവിടെയാണോ? അവിടെ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് വിവാഹത്തിന് ശേഷം? അതെ 2014. അപ്പോൾ ഷബ്നത്തിന് ഈ എല്ലാ ഭ്രാന്തുകൾക്കും റിയാസ് കൂടെ ഉണ്ടായിരുന്നു? അല്ല, അദ്ദേഹം പിന്നെ എനിക്ക് മൊത്തത്തിൽ ഭ്രാന്താന്നാ പറയാറ്. അല്ല, പൊതുവെ അങ്ങനെ ഇപ്പം ഗവേഷണം എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ഖവാലി പഠിക്കണം എന്ന്, ഇപ്പം നോർമലി നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ അത്ര പരിചിതമായിട്ട് മേഖലയൊന്നും അല്ല ഖവാലി, ഈവൻ സ്ത്രീകൾ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു മനസ്സല്ലേ? അതെ അല്ലേ? അതുകൊണ്ടാണ് കാര്യം. ഇതിപ്പോൾ ഡിസർട്ടേഷനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് സൂഫി മ്യൂസിക്. കാര്യം ഞാൻ എന്തോ അതെൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ, കാര്യം ഖവാലീസ് കേൾക്കുമായിരുന്നു. നസ്രത്ത് സാബിൻ്റെയൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്ന ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഇങ്ങനെ പുറത്തൊക്കെ അങ്കിൾസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൊണ്ടുതരും, ഈ കാസറ്റ്സൊക്കെ കൊണ്ടുതരും. അപ്പോൾ അതൊന്നും അന്ന് ശരിക്കും കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഖവാലി ആണെന്നോ സൂഫി ആണെന്നോ അറിയില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താണെന്നറിയില്ല, ദൈവിക സ്നേഹമാണെന്നോ അതൊന്നും അറിയില്ല, ലിറിക്സ് അറിയില്ല. പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് അതാണ് ആ എക്സ്റ്റസി എന്നുള്ള വാക്ക്. ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് വരുന്നുണ്ട് മനസ്സ്, നമ്മൾ പോലും അറിയാതെ എവിടെയൊക്കെയോ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ അതിലേക്ക് അഡിക്റ്റഡായി. അങ്ങനെയാണ് ആ ഒരു വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഡെസേർട്ടേഷൻ ചെയ്ത സമയത്ത് ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ സ്കോളേഴ്സ് ഉണ്ട്, അച്ചുശങ്കർ സാറും ഷാനവാസ് സാറൊക്കെ. ഇവരൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിലെ ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയൊക്കെ HODs ആണ്. അപ്പോൾ അവർ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് ബുക്കാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സൂഫി മ്യൂസിക് എന്നുള്ള, എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ അങ്ങനെ സൂഫി മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വേറെ കണ്ടിട്ടില്ല. അപ്പോൾ TM കൃഷ്ണ അദ്ദേഹമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ലോഞ്ച് ചെയ്തത്. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട് ഈ ബുക്കിൻ്റെ റിലീസ് നടന്നു. അപ്പോൾ അതിനുശേഷം ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്കിനുണ്ടായിരുന്നു. അന്നാണ് ശരിക്കും ഞാൻ ഖവാലി പാടണമല്ലോ. അപ്പോൾ അന്ന് പാടിയപ്പോഴാണ് ശരിക്കും എനിക്ക് പാടാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ആ ഒരു റെസ്പോൺസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുകയും അവിടുന്ന് കിട്ടിയൊരു കോൺഫിഡൻസിലാണ് പിന്നെ ഷോസ് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാര്യം ഈ ഇപ്പം തന്നെ അതിന് ശേഷം ചെയ്ത ഏറ്റവും വലിയ ഷോ എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭയിൽ ഒരു സ്റ്റുഡൻസ് പാർലമെൻറ്റിൻ്റെ ഒരു ഷോ ചെയ്തു. 22 സ്റ്റേറ്റ്സിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഷോ ആയിരുന്നു. ഇപ്പോഴും അത് കാര്യം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസാണ് എനിക്ക് അത്രയും കുട്ടികളിൽ നിന്നും
കിട്ടിയത്. കാര്യം അവർ ദേവേർ ലൈക്ക് അവരെന്നോട് പറയായിരുന്നു ഇന്ന സോങ് പാട്. കാര്യം വേറെ സ്റ്റേറ്റ്സിലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവർക്ക് അതിശയമായിപ്പോയി. ഇവിടെ ഖവാലി അവരിവിടെ വന്ന് ഖവാലി കേട്ടപ്പോൾ അവർക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞ് സോങ്സ് പാടിക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു ഇതും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഇറ്റ് വാസ് ലൈക്ക് അതും ഒരു എക്സ്റ്റസി ആയിരുന്നു.